മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരി മാനസി ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവില്ലോമല ഗ്രാമപഞ്ചായത്തിന്റെയും ലയൺസ് ക്ലബ്ബ് ഓഫ് വില്വാദ്രി പാമ്പാടിയുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവില്ലോമല ഗ്രാമപഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ മാർച്ച് 31 വരെ നീണ്ടു നിൽക്കുന്ന മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരി മാനസി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന് മുന്നിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ലയൺസ് ക്ലബ്ബ് ഓഫ് വില്വാദ്രി പ്രതിനിധി കൃഷ്ണകുമാർ പൂലേരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ, ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ, അഡ്വക്കേറ്റ് കെ എ ഷബ്ന, മനോജ് കുമാർ ചീരാത്ത്, ബാബു പരശുറാം, എം രാംകുമാർ, എച്ച് ഐ ധന്യ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ ടെമ്പിൾ സിറ്റി ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സംസ്കാരം, ശുചിത്വം, സമൂഹം എന്ന സന്ദേശം പകർന്നുകൊണ്ട് കവി കുഞ്ഞുണ്ണിമാൾ സാംസ്കാരിക അങ്കണത്തിൽ നടന്ന ശുചിത്വ യജ്ഞം ഗാന്ധിതീരം ഫൗണ്ടേഷൻ ഡയറക്ടർ CK ബിജോയ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് RIM സക്കറിയ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ജോസ് താടിക്കാരൻ, വൈസ് പ്രസിഡന്റ് ജെയ്ക്കോ, EP തോമസ് എന്നിവർ സംസാരിച്ചു. സൂരജ് വേളയിൽ, കാർത്തികേയൻ കുന്നുമ്മൽ, രാധാകൃഷ്ണൻ പാതാട്ട്, റഷീദ് വീരാസൻ, നവീദ് സക്കറിയ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തിൽ കൊപ്പം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ കൊപ്പം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലീൻ വില്ലേജ് പ്രോജക്ടിന്റെ ഭാഗമായി കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു. ക്ലബ് പ്രസിഡന്റ് ലയൺ അസ്ലം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ഫോർ എ ബെറ്റർ ടുമാറോസ് എന്ന പേരിലുള്ള ഈ വർഷത്തെ വിഷനറി പ്രൊജക്റ്റിൽ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നിവരുമായി ചേർന്ന് നടത്തുന്ന പരിപാടികൾക്ക് ക്ലീൻ വില്ലേജ് പ്രൊജക്ട് എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന ചുമരിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ സന്ദേശങ്ങൾ എഴുതുകയും കൊപ്പം ലയൺസ് ക്ലബിന്റെ പേര് പ്രദർശിപ്പിക്കുകയും ചെയ്തു. ക്ലീനിംഗ് പ്രോഗ്രാം സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ലയൺ ബാബു മലബാറിന്റെ നേതൃത്വത്തിൽ കൊപ്പം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടത്തി. ശുചീകരണ പ്രവൃത്തികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ഹെൽത്ത് ഇൻസ്പെക്ടർ അജയ് ആനന്ദിനെ മുൻ പ്രസിഡന്റ് ലയൺ ഹബീബ് പൊന്നാടയണിയിച്ചു. 34 പ്രാവശ്യം രക്തം ദാനം ചെയ്ത മെമ്പർ സൈറൂഫിനെ ഡോക്ടർ ഹനീഫ പൊന്നാടയണിയിച്ചു. ആദ്യ വൈസ് പ്രസിഡന്റ് ലയൺ സിയാഹുൽ ഹഖ്, ലയൺ ഡോക്ടർ നൌഫൽ, ലയൺ മുസ്തഫ, ലയൺ അബ്ദുറഹ്മാൻ, ലയൺ അഷ്റഫ്, ലയൺ ഫർഷാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.